ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് 888 പോർട്ടൽ നാളെ ഓപ്പൺ ആണ്. അപ്പോൾ നാളെയാണ് ഓഗസ്റ്റ് 8, 2024. അപ്പോൾ ഈ ഒരു 888 പോർട്ടൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് പൊതുവായി പറയുന്നത് അബണ്ടൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 888 പോർട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നാളെ ഓറിയോൺ ബെൽറ്റും എർത്തും പിന്നെ സൈറസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ, ശോഭന നക്ഷത്രം എന്ന് പറയും. അതിൽ മഹാഭാരതത്തിലൊരു കഥ പോലെ ഉണ്ട്. യുധിഷ്ഠിരൻ്റെ സഹചാരിയായ ഒരു പട്ടിയെ കുറിച്ചിട്ടാണത്. അപ്പം അത് നക്ഷത്രമായി തീർന്നു എന്നാണ് പറയുന്നത്. ആ നക്ഷത്രവും ഏറ്റവും പ്രകാശമുള്ള ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രവും ഭൂമിയും ഒരേ അലൈൻമെന്റിൽ ഈ ചിങ്ങൻ രാശിയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കാര്യം നമ്മളെ എത്രമാത്രം നമ്മളുടെ ലൈഫിനെ ബാധിക്കും എന്ന് നോക്കാം. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ്. നിങ്ങൾക്ക് ജേർണൽസ് എഴുതാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതി ഈ ഭൂമി പ്രപഞ്ചത്തിലേക്ക് അർപ്പിച്ച് അത് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ്, മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ചക്ര ഹീൽ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഈ സമയം. നിങ്ങളുടെ ചക്രങ്ങളിലുള്ള ബ്ലോക്ക് എല്ലാം മാറ്റാൻ പറ്റും ഈ സമയം. അപ്പോൾ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയമാണ്. എന്ത് തരം ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഈ സമയം നിങ്ങളൊന്ന് കൂടുതൽ എഫേർട്ട് അതിന് വേണ്ടിയിട്ട് ഇടുക. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം 888 പോർട്ടൽ നിങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുത്തുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പിന്നെ ഞാൻ കളക്റ്റീവ് റീഡിംഗ് ആണ്, ഞാൻ ഫയൽ വെക്കുന്നില്ല. അപ്പം നമുക്ക് നോക്കാം എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. മജീഷ്യനാണ് നമ്മൾ പറഞ്ഞത് മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാർഡ് വന്നതും മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ മാനിഫെസ്റ്റ് ചെയ്താലും നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, അത് വീടാകട്ടെ, വണ്ടിയാകട്ടെ, ജോലിയാകട്ടെ, പ്രണയമാകട്ടെ, കുട്ടികളാകട്ടെ, നിങ്ങൾക്ക് എന്ത് വേണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ഈ ഒരു സമയം, ഈ 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് അതിൻ്റെ ഒരു ശരിക്കും ഒരു ഫ്രീക്വൻസി ഉള്ള ഒരു സമയം. അപ്പോൾ ആ സമയം ഒരു ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക, മാനിഫെസ്റ്റ് ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് ഒരു 8 മണിക്ക് എഴുതാൻ പറ്റിയാൽ അതും വളരെ നല്ലതായിരിക്കും. രാവിലെയോ രാത്രിയോ 8 മണിക്ക് ആണ് അത് 8 തവണ, നിങ്ങളുടെ ഏറ്റവും ഒരു വലിയ ആഗ്രഹം ഒരു 8 തവണ എഴുതി വെക്കുക. അപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമാണ്. മജീഷ്യൻ്റെ പവർ നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ്. അടുത്ത് എന്താണെന്ന് നോക്കാം. സ്റ്റാറാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു, ഇത് കാണുന്ന ആൾക്കാർ വളരെ ലക്കിയാണ് എന്ന് തോന്നുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു സ്റ്റാർ സിറീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഈ ഭൂമിയുടെയും ഈ ഒരു അലൈൻമെന്റിൽ തന്നെ വരുന്നുണ്ട്, സൂര്യൻ്റെ. അപ്പോൾ ആ സിറിയസ് എന്ന് പറയുന്ന സ്റ്റാർ യുധിഷ്ഠിരൻ്റെ, ഈ മഹാഭാരതത്തിൽ പറയുന്നത് യുധിഷ്ഠിരൻ്റെ സന്തത സഹചാരിയായ ഒരു പട്ടിയാണത്, ചങ്ങാതി. അപ്പോൾ അതിലൊരു കഥയുണ്ട്, ഇങ്ങനെ ഇന്ദ്രൻ സ്വർഗത്തിൽ കയറ്റിയില്ല എന്നും. അപ്പോൾ ഈ പട്ടി കയറ്റിയില്ലെങ്കിൽ യുധിഷ്ഠിരന് സ്വർഗം വേണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ സ്റ്റാർ ആക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പ്രകാശമുള്ളൊരു സ്റ്റാറായിട്ട് ആണ് ഈ ഒരു ശ്വാന നക്ഷത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലൊരു സ്റ്റാർ ആകാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് ആകാൻ പറ്റുന്ന ഒരു സമയമാണ്. സ്റ്റാറും വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റാർ ഹീലിംഗ് ചെയ്യാനുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് പാസ്റ്റിലുള്ള എല്ലാ ഊണ്ടും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഈ സമയം നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ എഴുതി വെച്ച് കത്തിച്ച് കളയുക. അപ്പോൾ നമ്മൾ വെറുപ്പ് കൊണ്ട് കിടന്ന് നമുക്ക് തന്നെ ഒരു ദോഷമാക്കി കളയണ്ട. അപ്പോൾ പാസ്റ്റിൽ ആര് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വിഷമങ്ങൾ തന്നിട്ടുണ്ടോ, എന്ത് തരത്തിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഈ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക, കത്തിച്ച് കളയുക. അപ്പോൾ ആ വ്യക്തിയോടോ ആ സാഹചര്യത്തോടോ പൂർണ്ണമായും ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഹീലിങ്ങിൻ്റെയും കൂടെ ഒരു സമയമാണ്. പാസ്റ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യമേ പറഞ്ഞ് ചക്ര ഹീലിംഗ് ചെയ്യണമെന്ന്, അത് നിങ്ങൾ ചെയ്യുക. നൈറ്റ് ഓഫ് കപ്പാണ്, ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്, 9 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് പെൻഡക്കിൾ, മൂൺ കാർഡ് വന്നിട്ടുണ്ട്, ഫുൾ കാർഡ്. 7 ഓഫ് പെൻഡക്കിളാണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്കിനി ഓറക്കിൾ ഡെക്ക് ഒന്നുകൂടി എടുത്ത് നോക്കാം എന്താണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം. ട്രയംഫാണ്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, തേർഡ് ഐ ചക്ര, ഇതൊരു ഇൻഡ്യൂഷനാണ്. ഇനി നമുക്ക് സോളിനെ കുറിച്ച് ഉള്ളൊരു കുറച്ച് കാർഡ് കൂടി നോക്കാം. നാച്ചർ ഈസ് കോളിംഗ് യു എന്നാണ്. യു ആർ യുണീക്ക് ആണ്. Success and happiness are coming. Listen to eternal song of your soul. Recognize despair as an opportunity. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതിൽ ആദ്യം തന്നെ പറഞ്ഞല്ലോ മജീഷ്യനും സ്റ്റാറും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണോ മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വീട് വേണോ, അത് നിങ്ങൾക്ക് വേണ്ട വീടിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു പിക്ചർ പോലും നിങ്ങൾക്ക് മനസ്സിലുണ്ടാക്കാം, നിങ്ങൾക്ക് വരച്ച് വയ്ക്കാം, നിങ്ങൾക്ക് അതിൻ്റെ റൂംസ് ഒക്കെ വരച്ച് വയ്ക്കാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് കൃത്യമായും അതൊന്ന് ശരിക്കും ഒരു ജേണലിൽ നിങ്ങൾ വരച്ച് എഴുതി അത് ഇത്ര സമയത്തിനകം നിങ്ങൾക്ക് വേണമെന്ന് കൂടി നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് ഉറപ്പായിട്ടും വരും. ഈവൻ ഒരു വണ്ടി വേണമെങ്കിലോ ഒരു നല്ല ജോലി വേണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ സമയം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് ചെയ്യണമെന്നാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് നമുക്ക് എഴുതി വയ്ക്കാം. അത് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, അതെല്ലാം സോൾവ് ആയി എന്ന് ചിന്തിക്കുക. എന്ത് തരത്തിലുള്ള ഒരു വിഷമങ്ങളും നിങ്ങൾക്ക് മനസ്സിലുള്ളതെല്ലാം ഹീൽ ചെയ്ത് കളയുക. സ്റ്റാർ വന്നിട്ടുണ്ട്, ഹീലിങ്ങിൻ്റെ കാർഡാണ്. അപ്പം നിങ്ങൾ ഹീൽ ചെയ്യാൻ മറക്കരുത് എന്നുള്ളത്. 7 ചക്ര ഹീൽ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക്
വിഷ് ഫുൾഫിൽമെന്റ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർ ആകുമെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കലാപരമായ എന്തെങ്കിലും കഴിവുകളുണ്ട്, ഡാൻസേഴ്സോ സിംഗേഴ്സോ ആക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ സ്റ്റാർ ആവുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു സമയമാണ്, ശരിക്കും ആദരിക്കുന്ന ഒരു സമയമാണ്. അത്ഭുതത്തോടെ നോക്കും. നമ്മൾ നക്ഷത്രങ്ങൾ അങ്ങനെയാണ്, വളരെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല. നമ്മൾ ആ നക്ഷത്രങ്ങളെ കുറിച്ച് എത്ര പ്രായമായാലും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അത്ഭുതമാണ് കാണുമ്പോൾ. അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സമയമാണ്. അങ്ങനത്തെ ഒരു സമയമാണ്. അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ കയ്യിലാണ്. ഈ ഒരു കാര്യം, നിങ്ങളുടെ ലൈഫ് ഈ സമയം നിങ്ങളുടെ കയ്യിലാണ്. ഈ സമയത്തെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണെന്നാണ്. നമ്മുടെ ജീവിതം എപ്പോഴും നമ്മളുടെ കയ്യിലല്ല കൺട്രോള്. പക്ഷെ ഈ സമയം ഇത് നിങ്ങളുടെ കയ്യിലാണ്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. അത് നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രണയം ആഗ്രഹിച്ചിരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആരോ നിങ്ങളെയും ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് പാസ്റ്റിൽ നിന്നും വിട്ടുപോയ ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആരെങ്കിലുമോ, അത് ഒരു യൂണിയൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തീവ്രമായ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ പൈസയുടെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയാണ് കാണുന്നത്. ഇത് അബണ്ടൻസിന്റെ ഒരു സമയമാണ് കേട്ടോ. ഈ ഒരു 888 പോർട്ടൽ എന്ന് പറയുമ്പോൾ അബണ്ടൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് വളരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടുമോ, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടുമോ ഒക്കെ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോയി കുറച്ച് കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കിട്ടും എന്ന് കാണുന്നുണ്ട്. ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ച ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പിന്നെ 9 ഓഫ് വാണ്ട്സ് 4 ഓഫ് സോഴ്സ് വന്നിട്ട്, അപ്പോൾ ഈ 9 ഓഫ് വാണ്ട്സ് വെയിറ്റ് ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ പോകുന്നത് എന്നാണ് കാണുന്നത്. പിന്നെ ചില ആൾക്കാർ ശരിക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ ഒരു പ്രൊട്ടക്ഷൻ മനസ്സിലാക്കാതെ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും നമുക്ക് ഒന്നും ശരിയാവില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു മടിയൊക്കെ മാറ്റുക. തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ഏസ് ഓഫ് സോഴ്സിന്റെ ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്ത നിങ്ങൾക്ക് കേൾക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും പറ്റിയൊരു സമയമാണ് കേട്ടോ. അത് ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു നല്ല സമയമാണ്. അത് ഹീലിംഗ് പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റാറും വന്നല്ലോ, ഹീലിംഗ്. ഇപ്പം എന്ത് നിങ്ങൾ ചെയ്താലും, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും അത് നിങ്ങൾ അതിന് ട്രീറ്റ് ചെയ്താൽ, ചിലപ്പോൾ പേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇനി ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ എന്ത് പറയുമെന്ന് അറിഞ്ഞുകൂടാ, എന്താണ് അസുഖം എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഈ സമയം അത് എന്ത് അസുഖമായാലും അത് പെട്ടെന്ന് ഹീലാകുന്ന ഒരു സമയം കൂടെയാണ്. ഈ സമയത്തും നിങ്ങൾ പറ്റുമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുമെങ്കിൽ തുടങ്ങുക. കാരണം പേടിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഹാബിറ്റ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഓവർ ഈറ്റിംഗ് ആയിരിക്കും, മൊബൈൽ അഡിക്ഷൻ ആയിരിക്കും, അങ്ങനെയുള്ള കുറേ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ഹാബിറ്റ് നിങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പെട്ടെന്ന് ഹീലാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു അഡിക്ഷൻ ഒന്ന് ഹീലായി പോകും ഈ സമയത്ത്. പിന്നെ 4 ഓഫ് പെൻറ്റക്കിളാണ് വന്നിട്ടുള്ളത്. 4 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന കാര്യം, നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ വിചാരിക്കും എൻ്റെ ഈ ചിന്തകളൊക്കെ ഇത്തിരി കൂടുതലല്ലേ, എന്തിനാണ് എനിക്ക് ഇത്രയധികം ഇങ്ങനെ ഇത് വെക്കണ്ട. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് അതേപടി നടക്കുന്നൊരു സമയമാണ്. അത് എത്ര വലിയ കാര്യമായാലും, അത് വലിയത് ചെറുത് എന്നൊന്നുമില്ല. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കാൻ, നിങ്ങൾക്ക് എത്ര വലിയ കാര്യം വേണം ആഗ്രഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ കോൺഫിഡൻസ് വേണം. പിന്നെ അത് റിയാലിറ്റിയിൽ കുറച്ച് നമ്മുടെ ഒരു കോമൺ സെൻസും കൂടി ഒന്ന് ചിന്തിച്ച് നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ മൂൺ കാർഡാണ്, സൈക്കിക് എബിലിറ്റിയാണ്. ഇപ്പം മൂൺ കാർഡ് പറയുന്നത് അറിയാമല്ലോ, നിങ്ങൾ സ്പിരിച്വലി
ശരിക്കും ഒരു അപ്പ് ആകുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം സ്പിരിച്വൽ പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ റിസൾട്ട് കിട്ടും എന്നാണ് കാണുന്നത്. സൈക്കിക് എബിലിറ്റി കൂടുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് ഹീൽ ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ ഒരുപാട് പെട്ടെന്ന് ഹീലാവും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഹീൽ. ഇപ്പം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഈ സമയം. നിങ്ങൾ മനസ്സിൽ വൈരാഗ്യം വിഷമം ഒന്നും വെക്കാതിരിക്കുക. അത് ഏത് വ്യക്തികളോടായാലും നിങ്ങളെ ദ്രോഹിക്കുകയോ പറ്റിക്കുകയോ ചെയ്ത വ്യക്തികളെയൊക്കെ നിങ്ങളൊന്ന് അവർക്കും കൂടി ഒരു ഹീലാകണേന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈ സമയം നിങ്ങൾക്ക് ഹീലാകുന്ന ഒരു സമയം അവരിലേക്ക് ഹീലിംഗ് എത്തും. എത്ര വലിയ ശത്രുക്കളായാലും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആ വിഷമം മാറ്റുമ്പോൾ അവർക്കും ആൾറെഡി തോന്നി തുടങ്ങും ഞാനിങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അത് ഇപ്പം ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ പാർട്ട്ണറായാലും അത് ആര് തന്നെ ആയാലും, അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ബോസ് ആയാലും കൊളീഗ്സ് ആയാലും അങ്ങനെയുള്ള ആര് തന്നെ ആയാലും നിങ്ങൾ അവരെങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് ഇപ്പം നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ജെന്യൂൻ ആയിരിക്കണം കേട്ടോ. നിങ്ങൾ മറ്റുള്ളവർക്കുള്ള ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം ഒരിക്കലും ചെയ്യരുത്. പക്ഷേ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിങ്ങളുടെ ബോസിനെയോ കൊളീഗ്സിനെയോ ഒക്കെ നിങ്ങൾക്ക് അത് ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലാക്കാൻ പറ്റും. അങ്ങനെയാണ് കാണുന്നത്. ഫൂൾ കാർഡാണ്. അപ്പോൾ പുതിയ തുടക്കം ഉണ്ട്. പുതിയതായിട്ട് പല കാര്യങ്ങളും തുടങ്ങാൻ പറ്റുന്ന സമയമാണത്. അപ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുക, എന്തൊക്കെ തുടങ്ങണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ദൈവമായിട്ട് കുറേയധികം ശരിക്കും നന്മകൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാവും. നിങ്ങളുടെ ഫിനാൻസിൽ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി നിങ്ങൾ ആ എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം ക്യൂൻ ഓഫ് പെന്റക്കിളാണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുള്ളൂ, ഇങ്ങനെ അല്ലെങ്കിൽ വേറെ വഴികളില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. വേറെ എന്ത് വഴിയാണുള്ളത്, ഇത്രയും കാര്യത്തിലല്ലേ വരാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, പല വഴികളിലൂടെ നമുക്ക് പൈസ കിട്ടും. നമ്മൾ ഇതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അത് കാണുന്നുണ്ട്. ട്രയംഫാണ്. അപ്പോൾ നിങ്ങൾ വളരെ വലിയ സക്സസ്സിലേക്ക് പോകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് തരത്തിലായാലും ശരി നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാം എഴുതി നിങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും അത് സക്സസ് ആണ്. മുന്നോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഈ സമയത്ത് ചില ആൾക്കാർക്ക് ഇപ്പോൾ പ്രൊമോഷൻ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. നിങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ഈ സമയം പ്ലാൻ ചെയ്യാം, എന്നിട്ട് അതിന് ആക്ഷൻ എടുക്കാം. അപ്പോൾ വളരെ ക്ഷമയോടെ പ്ലാൻ ചെയ്യുക, നിങ്ങൾക്ക് സക്സസ്സിലോട്ട് പോകാൻ പറ്റും. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്. ശരിക്കും ഈ വളരെ ആലോചിച്ച് മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക. ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിയും ഇപ്പം നമ്മൾ പല കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യാതെ ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് ശരിയാണോ. അപ്പം അത് പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കാണുന്നത്. പിന്നെ തേർഡ് ഐ ചക്രയാണ്, ഇൻഡ്യൂഷൻ വരുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്നല്ലോ മൂൺ കാർഡാണ്, സൈക്കിക് എബിലിറ്റിയാണ്, മജീഷ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അത് കറക്റ്റാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇൻഡ്യൂഷന് നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക. ചില ആൾക്കാർക്കെങ്കിലും ഈ ഇപ്പോൾ ചെയ്യുന്ന മെഡിറ്റേഷനിലൂടെ ചിലപ്പോൾ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആയ ആൾക്കാർ ഉണ്ടായിരിക്കും, ആൾറെഡി അവർക്ക് ആക്ടിവേറ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഈ സമയം തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ആകും എന്നും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ ചക്രാസിലുള്ള എല്ലാ ബ്ലോക്സും മാറ്റാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിൽ ചക്ര മെഡിറ്റേഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ചക്ര മെഡിറ്റേഷൻ കിട്ടും. അപ്പോൾ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ 2 നേരവും, അതൊരു 30 മിനിറ്റ്സിനകത്തേ ഉള്ളൂ ഈ ചക്ര മെഡിറ്റേഷനൊക്കെ, നിങ്ങൾ ആ ഓരോ ചക്രയും ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യുന്നതായിട്ട്
കണ്ട് ആ ഒരു ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള എല്ലാ ബ്ലോക്കേജസും മാറി അത് ശരിക്കും എനർജൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ ബ്ലോക്കേജസും മാറും, നെഗറ്റീവ്സ് മാറും. നമ്മുടെ ചക്രാസിലാണെങ്കിൽ നെഗറ്റീവ്സ് എല്ലാം ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ശരിക്കും ബ്ലോക്കേജസ് വരും കേട്ടോ. അപ്പോൾ അതെല്ലാം മാറും. അപ്പോൾ ചക്ര മെഡിറ്റേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കുറേ പ്രാവശ്യം പറയുന്നത്, നിങ്ങളത് ഒരു പ്രാവശ്യം കൂടെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളത് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആവർത്തന വിരസത വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പറയുന്നതാണ്. അത് ചെയ്യുക. വളരെ ഭയങ്കര എഫക്റ്റീവാണ്. അത് ചെയ്യുന്നവർക്കറിയാം. നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ പിന്നെ 7 ഓഫ് പെന്റക്കിളാണ് വന്നിട്ടുള്ളത്, ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ 7 ഓഫ് പെന്റക്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യമാണ്. നിങ്ങൾ കുറേ കാര്യം പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഒന്നുകിൽ നിങ്ങൾ വിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോഴും ചില ആൾക്കാരെങ്കിലും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത്. അത് വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആ വെയിറ്റിങ്ങിനൊരു ഫലമാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നതെന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ സോളിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നാച്ചർ ഈസ് കോളിങ് യു എന്നുള്ളതാണ്. നിങ്ങൾ ഇറ്റ് വാണ്ട്സ് ടു ടച്ച്, ഫുൾഫിൽ ആൻഡ് പ്രൊട്ടക്റ്റ് യു വിത്ത് ഇറ്റ്സ് ഹീലിംഗ് പവേഴ്സ്. അപ്പം നാച്ചറിന് ശരിക്കും ഒരു ഹീലിംഗ് പവർ ഉണ്ട്. നിങ്ങളത് തിരിച്ചറിയുക. ഇപ്പം നമ്മൾ പ്രകൃതിയെ തൊടുക എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. പ്രകൃതിയിൽ ശരിക്കും ഒരു ഹീലിംഗ് പവർ ഉണ്ട്. നമ്മൾ പലപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ ചെരുപ്പിടാതെ ഒന്ന് ഭൂമിയിൽ സ്പർശിക്കുക, ഒന്ന് നടക്കുക. രാവിലെ വൈകുന്നേരം ഒക്കെ കുറച്ച് സമയം ആ ഒരു ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു എർത്തിലി എനർജി നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒന്ന് ഗ്രൗണ്ടഡ് ആകാൻ പറ്റും. കാരണം നമ്മൾ ഈ കോസ്മിക് എനർജി നമ്മൾ സ്വീകരിച്ച് ശരിക്കും നമ്മളുടെ പാദത്തിൻ്റെ അടിവശത്തുള്ള ഒരു ചക്രയുണ്ട്. ആ ചക്രയിലൂടെ നമുക്ക് അത് നമ്മളിലൂടെ അത് കടന്നു പോകുമെന്നാണ് പറയുന്നത്. എർത്ത് അത് സ്വീകരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സമയമെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ഭൂമിക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഈ നാച്ചറിന് എല്ലാ കാര്യങ്ങളും ഹീല് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ സമയം നിങ്ങൾ ആ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. കുറച്ച് സമയം രാത്രിയോ രാവിലെയോ അങ്ങനെ നിങ്ങളത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട്. യു ആർ യുണീക്ക് എന്ന് വന്നിട്ടുണ്ട്. ബി ബ്രേവ്, എ ലിറ്റിൽ ക്രേസി, ബട്ട് ബി യുവർ സെൽഫ് എന്ന് വന്നിട്ടുണ്ട്. യു ആർ യുണീക്ക് എന്നാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും യുണീക്കാണ്, അതുല്യരാണ്. ഒരാളിന് പകരം വയ്ക്കാൻ വേറെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഒരാളിനെ പോലെയുള്ള 7 പേരുണ്ടെന്നൊക്കെ നമുക്ക് പറയുന്നത് കേൾക്കാം. പക്ഷേ അതുകൊണ്ടാണ് നമ്മുടെ തമ്പ് ഇംപ്രഷൻ എടുക്കുന്നത്. ഈ ഒരാളിനെ പോലെ ഇനി എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും അപ്പോൾ നമ്മളുടെ തമ്പ് ഇംപ്രഷനെ പോലെ വേറൊരാളിൻ്റെയും തമ്പ് വരില്ല. അപ്പോൾ ഓരോരുത്തരും യുണീക്കാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. നമ്മളിനി എങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നാലും നമ്മളിൽ മാത്രമുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ മാത്രമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് എൻജോയ് ചെയ്യുക കേട്ടോ. നമ്മൾ മറ്റാരെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ നമ്മളുടെ ആ ഒരു യുണീക്ക്നെസ്സിനെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ബി ബ്രേവ്. നമ്മൾ കുറച്ചൊന്നൊരു ധൈര്യം വേണം, ധൈര്യം എടുക്കണം. പലർക്കും പല കാര്യങ്ങളിലും ധൈര്യം ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മളെ സോളിൻ്റെ ഒരു അഡ്വൈസാണ് കേട്ടോ. ഇത് നമ്മളെ സോൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ് ഈ സമയം. ബട്ട് ബി യുവർ സെൽഫ് എന്നാണ്. നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റാരെയും അനുകരിക്കണ്ട. നമ്മളായിരിക്കണം. അപ്പോൾ അതിലൊരു സന്തോഷവും കണ്ടെത്തണം. ഇപ്പം നമ്മളൊരു സ്വത്വമുണ്ട്. നമ്മളെന്താണ് നമ്മളുടെ ഒരു ഇന്നർ സെൽഫ്, അതിൽ അങ്ങനെ ആയിരിക്കാനാണ് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അത് കാണുന്നുണ്ട്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിങ്, എൻജോയ് ആൻഡ് സെലിബ്രേറ്റ് ലൈഫ് എന്നാണ്. അപ്പോൾ സക്സസും സന്തോഷവും വരുന്നുണ്ട്.
ജീവിതത്തിൽ വിജയം വരുന്നുണ്ട്. ഇപ്പം പാസ്റ്റിൽ ഒരുപാട് പരാജയങ്ങൾ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഇപ്പോഴും പരാജയങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, എന്തായാലും ഒരു നാൾ നിങ്ങൾക്ക് സക്സസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ പരാജയങ്ങൾ വരുമ്പോൾ വിഷമിച്ച് അയ്യോ ഇനി ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. സക്സസ് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ സോള് പറയുന്നതാണ് നിങ്ങളോട്. സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക്, ആൻഡ് ഹാപ്പിനെസ് വരുന്നുണ്ട്, വളരെ സന്തോഷം വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്ര വിഷമിച്ചു എന്നുള്ളതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കും, നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ മാറുന്നതാണ്. സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആർ കമ്മിങ്. എൻജോയ് ആൻഡ് സെലിബ്രേറ്റ്. നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യാനാണ് പറയുന്നത്, നിങ്ങൾ ആഘോഷിക്കാനാണ്. സോളിന് ഒരിക്കലും നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും. നമ്മുടെ സോളിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഗുണമെന്ന് പറയുന്നത് സന്തോഷം, സമാധാനം, അതൊക്കെയാണ്. ഒരിക്കലും ഈ വിഷമവും സങ്കടവും ഫ്രസ്ട്രേഷനും ഒന്നും സോളിൻ്റെ ഗുണങ്ങളല്ല. നമ്മൾ വ്യക്തികളുടെ പ്രശ്നമാണത്. ഓരോന്നും ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നൊരു കാഴ്ചപ്പാടാണ് നമ്മളെ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്നത്. സോളിന് വിഷമവും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ സോള്. അപ്പം അതിന് വിഷമമൊന്നുമില്ല, സ്ഥായിയായ ഒരു ഭാവമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സോളിൻ്റെ ഗുണങ്ങളിലേക്ക് എത്താനാണ് പറയുന്നത്. എൻജോയ് ആൻഡ് സെലിബ്രേറ്റ് ലൈഫ്, ജീവിതം ആഘോഷിക്കൂ എന്നാണ് പറയുന്നത്. പിന്നെ ലിസൺ ടു ദ എറ്റേണൽ സോങ് ഓഫ് യുവർ സോൾ, അതും പറയുന്നുണ്ട്. നിങ്ങളുടെ ആ സോളിൻ്റെ ഒരു എറ്റേണൽ സോങ് എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിലുള്ള ഒരു നാദം ഉണ്ടല്ലോ, ഒരു സംഗീതം, അതൊന്ന് നിങ്ങൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. അത് കേൾക്കാൻ, നമ്മുടെ സോളിന് എന്ത് പറയണമെന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ശരിക്കും 2 നേരം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ. കുറേ നേരം ചോദിച്ചാൽ മതി, അത് പറഞ്ഞു തരും. നമ്മളുടെ ഹൃദയം നമ്മളോട് സംസാരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സോളിന് എന്താണ് ആഗ്രഹം, സോള് നിങ്ങളോട് പറഞ്ഞു തരും. സോളിന് എന്താണ് വേണ്ടതെന്ന്. നമ്മളെപ്പോഴും ഇവിടെ ജനിച്ചതിന്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നതിനും ഒക്കെ ഒരു പർപ്പസ് ഉണ്ട്. അത് നമ്മൾ എന്തിനാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ വെറുതെ വിചാരിക്കുന്നു ഞാനിവിടെ ജനിച്ചു ജീവിക്കുന്നു, പിന്നെ കുറേ എൻജോയ് ചെയ്യും, കുറച്ച് കരയും, കുറേ പ്രശ്നങ്ങളുണ്ടാക്കും, നമ്മൾ മരിച്ചു പോകും. പക്ഷെ അതിലുപരി നമ്മൾ ഈ ഭൂമിയിൽ വന്നതിനൊരു പർപ്പസ് ഉണ്ട്. അത് എന്താണെന്ന് സ്വയം ചോദിക്കുക. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്യൂൺ ഇൻ ടു ഇറ്റ് ആൻഡ് ലേൺ ടു ട്രസ്റ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ അതിൽ ട്യൂൺ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അതിനെ മനസ്സിലാക്കാൻ, അതിൽ വിശ്വസിക്കാൻ. തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള സോളിൻ്റെ ആ ഒരു സംഗീതം എന്ന് പറഞ്ഞല്ലോ, ആ സംഗീതം ഒന്ന് ചെവി കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളൊന്ന് ചെവിയോർക്കൂ, ആ ഒരു സോളിൻ്റെ സോങ് അതൊന്ന് ചെവിയോർക്കൂ, നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് അതിനെ വിശ്വസിക്കാൻ, അത് മനസ്സിലാക്കിയിട്ട് അതിനെ വിശ്വസിക്കാൻ. നമുക്ക് നമ്മുടെ ലൈഫ് പർപ്പസ് ഒന്നും പുറത്ത് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പലരും റീഡിങ്ങിൽ ചോദിക്കാറുണ്ട്, എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ റീഡിങ് ചെയ്യാറുണ്ട്, ലൈഫ് പർപ്പസിനെ കുറിച്ച് റീഡിങ് ചെയ്യാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ ലൈഫ് പർപ്പസ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ചോദിക്കുക. നമ്മൾ ശരിക്കും അങ്ങനെ ചോദിക്കണമെങ്കിൽ നമുക്ക് അത്രയും ഇന്നർ പീസ് ഉണ്ടായിരിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ആ ഒരു വൈബ്രേഷനിലോട്ട് വരണം. എന്നിട്ട് നമ്മളോട് നമ്മളുടെ ഹൃദയത്തോട് ചോദിച്ചാൽ മതി. അത് പറഞ്ഞു തരും എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമ്മൾ സോൾ പർപ്പസ് എന്ന്. പിന്നെ റെക്കഗ്നൈസ് ഡിസ്പെയർ ആസ് ആൻ ഓപ്പർച്യൂണിറ്റി വെൻ ഇറ്റ് യു വിൽ ഫൈൻഡ് ദ ഗിഫ്റ്റ് ഓഫ് അവേക്കണിങ്. നിങ്ങൾക്ക് ഈ നിരാശയൊക്കെ, നിങ്ങളുടെ ഈ നിരാശ എന്തിനാണ്, നിങ്ങൾ അത് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നിരാശപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ. ഈ ഒരു വിഷമങ്ങളൊക്കെ ഒരു സാധ്യതകളായിട്ട് എടുക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു ഡിസ്പെയർ അതിനെല്ലാം നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു സാധ്യത കാണണമെന്നാണ്. ഇപ്പോഴത്തെ വിഷമം ഒരു സാധ്യതയായിട്ട് കാണുക, എന്നിട്ട് അതിന്ന് വളരാൻ ശ്രമിക്കാനാണ്. വിതിൻ യു വിൽ ഫൈൻഡ് ദ ഗിഫ്റ്റ് ഓഫ് അവേക്കണിങ്. നിങ്ങൾക്ക് ആ ഒരു വിഷമം നിങ്ങൾക്ക് എവേക്കണിങ്ങിനുള്ള ഗിഫ്റ്റായിട്ട് കാണാൻ പറ്റുമെന്നാണ്. അതൊരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം നമ്മൾ
വിഷമിച്ചിരിക്കുന്നവർക്കൊന്നും ഒരിക്കലും ഒരു നിങ്ങൾ ആ വിഷമിക്കുന്ന കാര്യം അതിനൊരു വലിയൊരു ഈ ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാക്കാൻ പറ്റും എന്നുള്ളതാണ്. സന്തോഷം മാത്രമുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വേറൊന്നും വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല. നമുക്കറിയാമല്ലോ, ബുദ്ധൻ എൻലൈറ്റഡ് ആയത് എപ്പോഴാണ്? ബുദ്ധന് അത്രയും വലിയ വിഷമങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ ബുദ്ധൻ ഭഗവാന്റെ അച്ഛൻ പറഞ്ഞത് ഇദ്ദേഹം വിഷമമൊന്നും അറിയരുത്, പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയരുത്. അദ്ദേഹം പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അദ്ദേഹത്തിന് വിഷമം വന്നപ്പോഴാണ് അദ്ദേഹം എൻലൈറ്റ്മെന്റിലോട്ട് പോയത്. അപ്പം നമ്മളും ഈ വിഷമമൊക്കെ തരുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു എവേക്കണിങ്ങിന് വേണ്ടിയിട്ടാണെന്നാണ്. നമുക്ക് തിരിച്ചറിവുണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഈ ഒരു യാത്ര, ഈ ഒരു ജേണി നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരും. അതെല്ലാം നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ, നമ്മളെ എവർക്കണിങ്ങിലോട്ട് കൊണ്ടുപോകാൻ, എൻലൈറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു പടി മാത്രമാണ്. ഇപ്പോൾ ഉള്ള എല്ലാ പെയിനും ഒരു ലെസൺ നമുക്കതിന് തരും. ആ ലെസൺ നമ്മൾ പഠിക്കുക, മുന്നോട്ടേക്ക് പോവുക. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ 888 പോർട്ടലിൻ്റെ ഒരു മെസ്സേജ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉറപ്പായിട്ടുമുണ്ട്, മെറ്റീരിയൽ ഗ്രോത്ത് ഉറപ്പായിട്ടുമുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൽ റിലേഷൻഷിപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 888 പോർട്ടലിൻ്റെ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ചെയ്തു തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൽ ചിലപ്പോൾ വളരെ വലിയ ഒരു ചേഞ്ച് ഉണ്ടാകും. എന്തായാലും ഇത് ശരിക്കും ഫിനാൻഷ്യലി നിങ്ങളെ വളരെ അബണ്ടൻസ് കൊണ്ടുവരുമെന്നാണ് പൊതുവെ ഈ 888 പോർട്ടൽ. നമുക്ക് അബണ്ടൻസിൻ്റെ ഒരു ഇതാണ്. നമ്മളെ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണോ അത് സമൃദ്ധിയാണ് കൊണ്ടുവരുന്നത്. പിന്നെ ജസ്റ്റിസ് കിട്ടും എന്തായാലും. ശനി ഭഗവാൻ തുലാസം കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്ത കർമ്മം എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്, അപ്പോൾ അത് കൃത്യമായിട്ടും കിട്ടും. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾ ഈ സമയം അനുഭവിച്ചിരിക്കും. പിന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ റിലേഷൻഷിപ്പ് റീഡിങ്ങും ചെയ്തു തരാം. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.